പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച വിഷയം അധികം ശിക്ഷാവധി വരുമെന്ന് വിചാരിച്ച് അനേകര് ഉപദേഷ്ടാക്കന്മാരാകരുത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. യാക്കോബിന്റെ ലേഖനത്തിൻ്റെ അനുസരിച്ചാണ് പറഞ്ഞത്. അങ്ങനെ കാരണം നമ്മൾ അനേകരും പലതരം തെറ്റിപ്പോകുന്നു. നമ്മുടെ ഹൃദയത്തിൽ അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക, നീരസം ഇതെല്ലാം വെച്ച് പുലർത്തിക്കൊണ്ട് ബൈബിൾ സംസാരിക്കരുതെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുകയാണ്. പറഞ്ഞാൽ അത് ശിക്ഷാവിധിയാണ്. കാരണം ഉള്ളിലുള്ളതെല്ലാം മനുഷ്യന്റെ വായിലൂടെ പുറത്തു വരും. നല്ലത് മാത്രം ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അഥവാ ദൈവത്തിന്റെ ആത്മാവ് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുകയും നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ അതരത്തിൽ നിന്ന് നല്ല വാക്കുകളെ പുറപ്പെടുകയുള്ളൂ എന്നത് ബൈബിൾ നമ്മെ പ്രത്യേകം പഠിപ്പിക്കുന്നു. യേശു ഒരു കാര്യം നമ്മോട് പറഞ്ഞു. നമ്മൾ ലോകത്തിൽ ഒരുപാട് സുവിശേഷം കേൾക്കുന്നുണ്ട്, ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പരിശുദ്ധാത്മാവിൽ നിന്നാണോ, മനുഷ്യന്റെ സ്വന്തം ബുദ്ധിയിൽ നിന്നാണോ, പിശാചിൽ നിന്ന് വരുന്നതാണോ എന്നൊക്കെ ഫലം കൊണ്ട് തിരിച്ചറിയണമെന്ന് യേശു പറഞ്ഞു. എങ്ങനെയാണ് ഫലം കൊണ്ട് തിരിച്ചറിയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 12-ാം അധ്യായത്തിൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നു. നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളും ചീത്ത വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളും പുറപ്പെടുകയില്ല എന്ന് യേശു തന്നെ പറയുന്നതാണ്. മനുഷ്യന്റെ നല്ല ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് സംസാരിക്കുന്നു. ദുഷ്ടമനുഷ്യൻ അവന്റെ ഹൃദയത്തിലെ ദുഷ്ടമായ നിക്ഷേപത്തിൽ നിന്ന് ദുഷ്ടമായി സംസാരിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ ആദരം സംസാരിക്കുന്നത്. മനുഷ്യൻ പറയുന്ന വാക്കിനാൽ അവൻ ന്യായം വിധിക്കപ്പെടും. അത് മത്തായിയുടെ സുവിശേഷം 12:37 ന്യായവിധി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അനേകം പേര് ഉപദേഷ്ടാക്കന്മാരാകുന്നവർ നിഷ്കളങ്കരായിരിക്കണം. അത്യാഗ്രഹവും അസൂയയും പകയും പിണക്കവും മറ്റ് ദുർസ്വഭാവങ്ങളും ഒന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഒരു തിന്മയും ഇല്ലാതെ ദൈവത്തിൽ സമ്പൂർണമായി വിശ്വസിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തി എന്ന് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ സുവിശേഷം പറഞ്ഞാൽ നല്ലതാണ്, ദൈവം അനുഗ്രഹിക്കും. അല്ല എങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയോ ധനലാഭം വെച്ചുകൊണ്ടോ പേരെടുക്കാൻ വേണ്ടിയിട്ടോ എങ്ങനെയെങ്കിലും സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ അത് ശിക്ഷാവിധിയിലാകും എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഇന്ന് ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് ദോഷമായ വാക്കുകൾ ഉച്ചരിക്കാൻ ഇടയായാൽ, ആ കൂടെ സുവിശേഷം പറഞ്ഞാൽ ആ വാക്കുകൾ മനുഷ്യൻ എടുത്ത് അത് നമുക്കെതിരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നിന്ന് പോകും. മാത്രമല്ല ദൈവത്തിന് നാമം ദുഷിക്കാൻ ഇടയാകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ദൈവമായിരുന്നു സംസാരിക്കണം. യേശുവിൻ്റെ വാക്കുകൾ ലാവണ്യമുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ 10,000-കണക്കിന് ആളുകൾ തിങ്ങിക്കൂടി, യഹൂദന്മാരും പുരോഹിതന്മാരും ശാസ്ത്രന്മാരും പണ്ഡിതന്മാരെല്ലാം കൂടി യേശുവിൻ്റെ വായിൽ ഒരു വാക്ക് തെറ്റിക്കാൻ പറ്റുമെന്നാണ് നോക്കിയത്. ഒരു വാക്കും തെറ്റിയില്ല. അപ്പോസ്തലന്മാരുടെ ആരുടെയും വായിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവർ ആത്മാവ് നിറഞ്ഞവരായി തീർന്നതിന് ശേഷം തെറ്റ് വന്നിട്ടില്ല. അതായത് ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്മേൽ വന്ന് നിറഞ്ഞതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറിയത്. അതിന് ശേഷം അവരെ ആരും അതിൽ നിന്ന് വാക്കുകൾ തെറ്റിയതായിട്ട് സംസാരിക്കുന്നില്ല, കേട്ടിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവിനെ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു.
അല്ലാത്തവരാരും അവരിൽ നിന്ന് ദോഷമായ വാക്കുകൾ വരികയില്ല. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം പറയുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അത് ദൈവവചനമാണ്. അല്ലാത്തത് എന്തെങ്കിലും സംസാരിച്ചാൽ അത് വചനലംഘനമാകും. പ്രിയമുള്ളവർ, ഈ ദൈവവചനം ഉപദേശിക്കുക, പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടതയുള്ള ഒരു കാര്യമാണ്. ധനം സമ്പാദിക്കാനും ജീവിതത്തിൽ ഭൗതികമായ ഉയർച്ച ഉണ്ടാകാനും ഒന്നും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളല്ല. വളരെയധികം കഷ്ടതയുള്ളതാണ് സുവിശേഷ പ്രസംഗം. എന്നാൽ ഈ പല ആളുകളും പല സ്ഥലത്തു നിന്ന് പറയുന്നുണ്ട്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഈ ജീവിതം ഈ ചാകുന്നിടം വരെയൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ഈ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാതെയാന്നൊക്കെ ആൾക്കാർ ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞിട്ടുണ്ട് പിന്നെയുള്ള ജീവിതം. പ്രിയമുള്ളവര്, എന്നിട്ട് കുറുതിർ 1 ലേഖനത്തിന്റെ 15-ാം വാക്യത്തിന് 32-33 വാക്യങ്ങൾ പറയാണ്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ദൈവത്തിനുള്ള വിശ്വാസവും ആ സൽസ്വഭാവത്തിനൊക്കെ ഭംഗം വരുന്നു. അങ്ങനെ പറയരുത്. നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഈ ലോകത്തിലെ ജീവിതം ഇന്നലെ നാളെ തീർന്നു പോകും. ഒരിക്കലും അവസാനിക്കാത്ത ഒരു നിത്യജീവിതം ക്രിസ്തുവിനോട് കൂടെ സ്വർഗരാജ്യത്തിൽ സ്വർഗസ്ഥ പിതാവിൻ്റെ മക്കളായി ദൈവദൂതന്മാരെ പോലെ ദൈവപുത്രന്മാരായി നമ്മൾ ജീവിക്കേണ്ടവരാണ്. അതിനായിട്ടാണ് നമ്മളെ ഒരുക്കാനായിട്ടാണ് യേശു ലോകത്തിലോട്ട് വന്നത്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം വീണ്ടും പറയുകയാണ്, അതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർക്കുക, നമ്മൾ ആരെക്കുറിച്ചും ഒരു ദോഷവും പറയാതിരിക്കുക. നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു. നീതിമാൻ എന്ന് പറയുന്നില്ല, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ നടത്തപ്പെടുന്ന വ്യക്തികളെ കുറിച്ചാണ് നീതിമാൻ എന്നുള്ള വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ദുഷ്ടന്റെ വായ അനർത്ഥം വിളിച്ചു വരുത്തുന്നു. സദൃശവാക്യം പറയുന്ന കാര്യങ്ങളാണ്. ആദരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കടിയുണ്ട്. നമുക്കറിയാം, ലോകത്തിൽ നിന്ന് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം വായുടെ ലംഘനത്താണ് വരുന്നത്. നല്ല വാക്കുകൾ സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ വാക്കുകൾ തെറ്റിപ്പോയി എന്തുമാത്രം അനർത്ഥങ്ങൾ ലോകത്തിൽ വരുന്നുണ്ട്. നീതിമാൻ കഷ്ടത്തിന്ന് ഒഴിവുപോകുന്നു. അവൻ ഈ പറഞ്ഞ ദോഷമായ വാക്കുകളൊന്നും ഉച്ചരിക്കാതെ അവൻ ഒഴിവുപോകും. വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കുന്നു. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ കാത്തുകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഏറ്റവും സൂക്ഷിക്കുക. ഇവിടെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർണവും മുത്തുകളും അനവധിയുണ്ട്. പരിജ്ഞാനത്തോടുകൂടിയ അതരങ്ങളുള്ള മനുഷ്യൻ സ്വർണത്തെക്കാളും മുത്തുകളെക്കാളും വളരെ പ്രാധാന്യമുള്ളതാണ്. സദൃശവാക്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അനവധി മുത്തുകളെക്കാളും വിലയുണ്ട് പരിജ്ഞാനം സംസാരിക്കുന്ന മനുഷ്യന്റെ നാവിൽ നിന്ന്. അതുകൊണ്ട് മനുഷ്യന്റെ വായിലെ വാക്കുകൾക്ക് ദൈവത്തിന്റെ വായിലെ വാക്കുകളോളം ശക്തിയുണ്ട്. നേരെ അവിടെ ജീവിക്കുന്നവർക്ക് നേരെ ഓപ്പോസിറ്റ്, നല്ലതിന് പകരം നേരെ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത്. അതിന് കെണിയുണ്ട്, അനർത്ഥങ്ങളുണ്ട്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന നാം എന്ത് നമ്മളെ വാഗുകൊണ്ട് പറയുന്നു അത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ബുദ്ധിമാനായ മനുഷ്യൻ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നു. വളരെ സൂക്ഷിച്ച് ആണ് ഉത്തരം പറയുന്നുള്ളൂ. ഭോഷന്മാരായ ആൾക്കാർ വായി വരുന്നത് പോലെ വിളിച്ചു പറയും. അതൊക്കെ അവരുടെ ജീവിതത്തിൽ കെണിയാകും. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നതാണ്, ഉപ്പുറവയിൽ നിന്ന് മധുരം പുറപ്പെടുക, ഒരേ ഉറവയിൽ നിന്ന് നല്ലതും തിന്മയും ഒരുപോലെ പുറപ്പെടുക. അതുകൊണ്ട് ഉള്ളിൽ നീരസവും വെറുപ്പും പകയും ഒക്കെ വെച്ചുകൊണ്ട്, ശാഠ്യവും മാത്സര്യവും ഒക്കെ വെച്ചുകൊണ്ട് ദൈവം സംസാരിച്ചാൽ അത് ഉയർത്തുന്നുള്ള ജ്ഞാനമല്ല, അത് പ്രാകൃതവും പൈശാചികവും ഭൗമികവും ആകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ വാക്കുകൾ ദൈവത്തോട് അടുത്ത് ചെല്ലുക, കൂടുതൽ അടുത്ത് ചെല്ലുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ വായുകൊണ്ട് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും ഒരു കാരണവശാലും, ഭവനത്തിലായിക്കോട്ടെ, നമ്മൾ പൊതുസ്ഥലത്തായിക്കോട്ടെ, മറ്റുള്ളവരുടെ സംസാരത്തിലായിക്കോട്ടെ, പ്രിയമുള്ളവരെ, ദോഷമായ വാക്ക് ഉച്ചരിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം?
നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംസാരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ ഇടയായി തീരട്ടെ. എന്ത് പ്രയാസം മനുഷ്യനെ നമ്മളെയൊക്കെ എന്തെല്ലാം കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും നല്ലതേ സംസാരിക്കാവുള്ളൂ. നമ്മൾ കോപം വരുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് ഒഴിവായി പോകണം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.